സ്പോർട്സ് സപ്ലിമെന്റുകളെ എല്ലാവരും തന്നെ കുറച്ച് പേടിയോടെയാണ് നോക്കി കാണാറുള്ളത്. നമ്മുടെ നാട്ടിൽ മരുന്നെന്നാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത് തന്നെ. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് പോലും നീയൊക്കെ മരുന്നടിച്ചല്ലേടാ ശരീരം ഉണ്ടാക്കിയതെന്ന ദുഷ്പേര് കേട്ടിട്ടുള്ളവരായിരിക്കും നമ്മുടെ നാട്ടിലെ സ്പോർട്സുകാരും ബോഡി ബിൽഡേഴ്സും എല്ലാം. എന്താണ് സ്പോർട്സ് സപ്ലിമെന്റ്സ്? പെർഫോമൻസ് കൂട്ടാനും റിക്കവറി ബൂസ്റ്റ് ചെയ്യാനും ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി അത്ലറ്റുകൾ യൂസ് ചെയ്യുന്ന ചില പ്രൊഡക്ട്സിനാണ് സ്പോർട്സ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. പ്രീ വർക്കൗട്ട്, ഇൻട്രാ വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട് എന്നിങ്ങനെ സപ്ലിമെന്റുകളെ നമുക്ക് ജനറലി തരംതിരിക്കാവുന്നതാണ്. കഫീൻ, ക്രിയാറ്റിൻ തുടങ്ങി എനർജിയും ഫോക്കസും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സപ്ലിമെന്റുകളെയാണ് നമ്മൾ പ്രീ വർക്കൗട്ട് സപ്ലിമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് വർക്കൗട്ടിന് മുമ്പാണ് നോർമലി നമ്മൾ കഴിക്കാറ്. വേ പ്രോട്ടീൻ, ഗ്ലൂട്ടാമിൻ എന്നിവ പോലെയുള്ള മസിൽ സിന്തസിസും റിക്കവറിയും ബൂസ്റ്റ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് നമ്മൾ വർക്കൗട്ടിന് ശേഷമാണ് ഉപയോഗിക്കാറ്. അതിനെ പോസ്റ്റ് വർക്കൗട്ട് സപ്ലിമെന്റ്സ് എന്ന് വിളിക്കും. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് അഥവാ BCAA, ഇലക്ട്രോലൈറ്റ്സ് എന്നിവ ഇൻട്രാ വർക്കൗട്ട് ആയിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങേയറ്റം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ സ്പോർട്സ് ഫീൽഡിൽ സപ്ലിമെന്റുകളുടെ ശരിയായ ഉപയോഗമില്ലാതെ മുന്നിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം മരുന്നെന്ന് പറഞ്ഞ് പേടിച്ച് മാറ്റി വെക്കാതെ നല്ലൊരു ഡയറ്റീഷ്യനെയോ ന്യൂട്രീഷനിസ്റ്റിനെയോ കണ്ടിട്ട് നല്ലൊരു ഡയറ്റ് പ്ലാനിംഗ് ഒക്കെ ചെയ്ത് സപ്ലിമെന്റേഷൻ ഗൈഡ് ലൈൻസും എല്ലാം എടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാനുമായി മുന്നോട്ട് പോയിക്കോളൂ.